മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങൾ തമ്മിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ 2050 എത്തി നിൽക്കുകയാണ്. 2050 ഒന്നും അറിഞ്ഞില്ലേ? 2050 ഒന്നും അറിയാതെ വന്നിരിക്കുകയാണ്. 2050 എത്തി നിൽക്കുകയാണ്. ഇവിടത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലി കുറച്ച് വർഷം കൊണ്ട് വരാറില്ല. മഹാബലി നമ്മുടെ നാട്ടിൽ വരാറില്ല. എന്തുകൊണ്ടാണ് മഹാബലി വരുന്നില്ല എന്നുള്ളതിന്റെ ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ഇക്കൊല്ലമെങ്കിലും മാവേലി വരുമോ? അപ്പോൾ നമ്മുടെ അതിഥികൾ എത്തിയിട്ടുണ്ട്. ചരിത്ര വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന അജയൻ കല്ലായി, അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, തരംഗമായ ജെൻസികളുടെ തരംഗമായ പ്ലിങ്കി ഒമേഗ. എന്താ വിശേഷം? കുറെ കാലമായല്ലോ കണ്ടിട്ട്. ഞാൻ ചൊവ്വയിലായിരുന്നു. ചൊവ്വയിലാണ്. ചൊവ്വദോഷമൊക്കെ മാറിയോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെന്താ തൂങ്ങി കിടക്കുന്നത്? ന്യൂ മോഡലാണ്. ഞാൻ വെച്ചു ലേപ്പിലായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും കാണണം. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ മോഡലാണ്. അതായത് ഒരുപാട് കോസ്റ്റ്യൂമുകളൊക്കെ ഹോളിവുഡിലും ബോളിവുഡിലൊക്കെ ചെയ്തിട്ടുള്ള മോഡൽ ഫ്രിങ്ക്ലിൻ ഫ്രിക്കോ. എഴുതേക്കണം. മനോഹരമായ ഡ്രസ് കണ്ടോ? നല്ല ഡ്രസ്സാണ്. നമ്മൾ അടുത്തിക്കണം, ചേർത്തിക്കണം. ഇതെല്ലാം നല്ല രസമുണ്ടല്ലോ. നല്ല വസ്ത്രമാണ്. നമ്മുടെ ആൾക്കാർ കാണാൻ വേണ്ടി ഒന്ന് നടന്നിട്ട് അവിടെ ഇരുന്നാട്ടെ. താങ്ക് യു സാർ. പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? നല്ല വിശേഷമാണ് സാർ. പുതിയൊരു പടം ചെയ്തോണ്ടിരിക്കുകയാണ് സാർ. അടിപൊളിയാണ്. കാണാം നമുക്ക്. അപ്പൊ ഇതുപോലെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. റോബോട്ടുകളെ ഹോൾസെയിൽ കൊടുക്കുന്ന മനോ ജഗാപിറ്റി അല്ലേ? സുഖമാണോ? റോബോട്ടുകളൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ടോ? സാർ. ഓക്കെ, അപ്പൊ നമ്മുടെ ചർച്ച തുടങ്ങുകയാണ്. മഹാബലി ഇക്കൊല്ലമെങ്കിലും കേരളത്തിൽ വരുമോ ഇല്ല എന്നുള്ള കാര്യം പറയൂ. മഹാബലി വരുമോ? അതായത് മഹാബലി വന്നോട്ടെ. വരുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ. മഹാബലി വന്നു കഴിഞ്ഞു. നമ്മൾ ചൊവ്വയിലേക്ക് പറയൂ. അതായത് വന്നില്ല. ഓക്കെ, മഹാബലി അല്ല സാർ, മഹാബലി. ഓക്കെ, അപ്പൊ ഇവർ പറയുന്നത് മഹാബലി വരില്ല എന്നാണ്. ആര് പറഞ്ഞു മഹാബലി വന്നില്ല? പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, ഓരോരുത്തരോട് പറയൂ. എന്താണ് മഹാബലി വരാത്തുള്ള കാരണം? അത് എനിക്ക് തോന്നുന്നതേ, എന്റെ അപ്പാപ്പന്റെ കാലത്ത് ഞങ്ങളെ പൂക്കള് തൊടികളിൽ നിന്നും പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുത്തിട്ടാണ് അവിടുന്ന് പറിച്ചെടുത്തിട്ടാണ് ഫ്ലവേഴ്സ് അങ്ങനെയാണ് അത്തപ്പൂക്കൾ ഇട്ടിരുന്നത്. ഇപ്പൊ ഇവിടെ ഡിജിറ്റൽ അല്ലേ? ഇപ്പൊ എല്ലായിടത്തും ഡിജിറ്റൽ അത്തപ്പൂക്കളമാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ. നിങ്ങൾ അത്തപ്പൂക്കൾ ഇടാറുണ്ടോ? ലാസ്റ്റ് ഇയർ ചൊവ്വയിലിട്ടിരുന്നു. ഡിജിറ്റൽ അത്തപ്പൂക്കളം. ബട്ട് എല്ലാരും സെൻഡ് ചെയ്തു. സെലക്ട് ചെയ്ത് പ്രൈസ് കൊടുക്കും. അല്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ പറമ്പിൽ ചെന്ന് പൂക്കളൊക്കെ പറിച്ചിടുമായിരുന്നു. നിങ്ങൾ അങ്ങനെ ഇടാറുണ്ടോ? ന്യൂ ജെൻ ആരുടെ മുമ്പിൽ തല കുനിയാറില്ല സർ. തല കുനിയുന്നുണ്ടെങ്കിൽ ഫോണിൽ മാത്രം. മാത്രമാണ്. അപ്പൊ അത്തപ്പൂക്കള മത്സരം ഉണ്ടെന്ന് പറഞ്ഞില്ല ഇവിടെ? സാർ, അത്തപ്പൂക്കള മത്സരം ഏറിലാണ് സാർ. അത്തപ്പൂക്കളം ഇടുന്നു. ആരാണ് ജഡ്ജ്? അത് ടിനിടോമാണ് സാർ. ജഡ്ജാണ്. 2024-25 സമയത്തല്ല ഏറിലായിരുന്നു. 2050 ഏറി തന്നെയാണ്. അല്ല, അവൈലബിൾ ആയിട്ടുള്ള ആളല്ലേ സാർ വിളിക്കാൻ പറ്റൂ. പലവരായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹം ഒരുപാട് റോബോട്ടുകളെ സൃഷ്ടിക്കുന്ന ആളാണ്. അപ്പം ഇദ്ദേഹം ഇത്തവണ എന്തൊക്കെ റോബോട്ടുകളാണ് നമുക്ക്? ഈ തവണ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തെന്ന് വെച്ചാൽ കേരളത്തിൽ മുഴുവൻ റോബോട്ടിക് മാവേലികളെ കേരളത്തിൽ മുഴുവൻ റോബോട്ടിക് മാവേലിനെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ തവണ തൃശ്ശൂരിൽ ഞങ്ങൾ 500 പുലികൾ, റോബോട്ടിക് പുലികളെ ഞങ്ങൾ ഈ തവണ അതിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. 500 പുലികളെ നിർത്തിക്കൊണ്ടല്ലേ? അതിന്റെ പ്രമ വീഡിയോ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ കാണാം. അത് നമ്മുടെ ശ്യാം പ്ലേ ചെയ്യും. ഓക്കെ, ശ്യാമേ. അടിപൊളി.
ഓക്കെ 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 കൊള്ളാം കൊള്ളാം മനോഹരമായിരിക്കുന്നു. വെരി നൈസ്. ഞാനൊരു കാര്യം പറയാം. പറയണ്ട് പിന്നെ ഈ സദ്യയുടെ കാര്യം പറഞ്ഞാൽ ഓണത്തെ കുറിച്ച് ഓണത്തിന് സദ്യ ഇപ്പൊ എന്ത് സദ്യ ഇവിടെ ഉള്ളത്? ഇപ്പൊ എല്ലാ സദ്യ ഇവിടെ ക്യാപ്സ്യൂൾ ആണെന്നേ. ക്യാപ്സൂൾ സദ്യയാണ്. Capsule ഇത് ഓരോന്ന് ഓരോ ക്യാപ്സൂൾ. അതായത് ചോറിന് ഒരു ക്യാപ്സ്യൂള്, സാമ്പാറിന് വേറൊരു ക്യാപ്സ്യൂള്, അതെ. അച്ചാറിന് മറ്റൊരു ക്യാപ്സ്യൂള്, അതെ. പപ്പടത്തിന് വേറൊരു ക്യാപ്സ്യൂള്, മൊത്തം ക്യാപ്സ്യൂൾ അല്ലേ? അതുകൊണ്ട് നമുക്ക് ദാഹജലം കിട്ടാനില്ല. അതെ. ദാഹജലത്തിന് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുവാണല്ലോ. ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? അതെ, എടുത്തിരുന്നു. അത് ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. കുട്ടി മുരളി ഗിന്നസിന്റെ ആരെങ്കിലും ആണോ? വകയിൽ എന്റെ ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ട് വരും. ആണല്ലേ? Yeah. എനിക്കത് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി സർ? ഹെയർ സ്റ്റൈൽ ആണ് മനസ്സിലായി. അതുപോലെ മുരളി ഗിന്നസിന്റെ ബുദ്ധി കിട്ടിയിട്ടുണ്ടോ? നോ നെവർ. രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ അതെ, ഞാൻ കാര്യം പറയട്ടെ. ഞങ്ങളെ പഴയ കാലത്ത് അച്ഛന്റെ കാലത്തൊക്കെ സദ്യ എന്ന് പറഞ്ഞാൽ തൂശനില. ട്യൂഷൻ ഇല്ല? ട്യൂഷൻ ഇല, വാഴയില. ഇല വാട്ടല? വാഴയില. വാഴ. ആ, വാഴ. Yeah, വാഴ 1 2 3 4 5. That is a scene movie, മലയാളം മൂവി. സിനിമ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ നിറയെ കണ്ടിട്ടുണ്ട് സിനിമ. അതിനകത്ത് ഒരു വാഴ ലൈക്ക് ബട്ട് വാഴ is a flower. No flower. Banana leaf. No no, it's flower. ഫ്ലവർ അല്ല. ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ. പഴയ പാട്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. അത് പഴയ പാട്ടാണ്. വേറൊരു കാര്യമുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഈ ബനാനയും ഈ വാഴയിലൊന്നും കണ്ടിട്ടില്ല. കാര്യം വാഴകളൊന്നും ഇല്ലല്ലോ, എല്ലാം പോയിരിക്കുകയാണ്. മാത്രമല്ല ഈ കുട്ടി തെങ്ങ് പോലും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, വൺ ടൈം ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ കൂടെ നാട്ടിൽ പോയപ്പോ കണ്ടിട്ടുണ്ട്. ബട്ട് അത് ലാസ്റ്റ് വൺ ആയിരുന്നു. അത് അതുകൊണ്ട് ആ തെങ്ങ് എല്ലാരും പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് കാണാൻ വേണ്ടി പോയി കണ്ടു. അല്ല, ഒരു ദുഃഖകരമായ കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കോവളത്ത് അവസാനം നമ്മുടെ തെങ്ങില്ലേ, അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തെങ്ങുകളില്ല കേട്ടോ, തെങ്ങുകളില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും പണ്ട് കവികൾ പാടിയിരുന്നത് കേരം തിങ്ങും കേരള നാട് എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അതെങ്ങനെ പാടുന്നില്ല. കേരം തേടും കേരള നാട്. ഓ, കേരം തേടുന്ന കേരള നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ എനിക്ക് എന്താണ് പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറേ, ഇപ്പൊ ഈ മാവേലി വരുന്നില്ല എന്ന് പറയുന്നില്ലേ സാർ? മാവേലില്ല. അപ്പൊ എന്റെ ഒരു ഇത് പറയണെങ്കിൽ ബോഡി ഷെയ്മിങ് ആണ്. മാവേലി ബോഡി ഷെയിം ചെയ്തു, അതുകൊണ്ടാണ് മാവേലി വരാത്തത്. അത് വളരെ എങ്ങനെയാണ് ബോഡി ഷെയിം നടത്തിയത് സാർ? അത് നമ്മളല്ല, ഈ ജനറേഷൻ അല്ല, പണ്ട് കാലത്തുള്ള പഴയ ജനറേഷൻ. കാരണം പറയൂ. അതായത് ഓണത്തപ്പ കുടവയറാ. ഓണത്തപ്പ കുടവയറാ എന്ന് പറഞ്ഞ് ബോഡി ഷെയിം നടത്തി കഴിഞ്ഞു. അത് വളരെ മോശമായ കാര്യമാണ്. അല്ല, അതൊരു ജിമ്മിൽ പോയി മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. എന്തിനാ ഷെയിം ചെയ്യുന്നേ? മനുഷ്യന്റെ വയറ് വെച്ചിട്ടാണോ അയാള് ഷെയിം ചെയ്യുന്നത്? അപ്പൊ ജിമ്മിൽ പോയി സിക്സ് പാക്ക് ആയി മാവേലി വരട്ടെ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുള്ളത് പറയൂ. അതെ, അതുപോലെ തന്നെ നമ്മൾ ഈ സദ്യക്ക് അന്ന് ഇലയിട്ടിട്ട് അതിലായിരുന്നു നിറച്ച് സദ്യ കഴിച്ചിരുന്നത്. അതാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്, മുറിഞ്ഞു പോയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ അതില്ലല്ലോ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയക്കാർ ഇപ്പൊ ഇതിൽ ഇടപെടാറില്ല. അത് എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇടപെടാത്തത്? അയ്യോ, രാഷ്ട്രീയക്കാർ ഇടപെടാതിരിക്കുന്നതാണ് സാർ നല്ലത്. അതാണ്. എന്താണ് ഇടപെടാത്തത്? അല്ല, മാവേലി കാണാനില്ല എന്നുള്ളൊരു സംഭവം വന്നപ്പോ ഞാനൊരു തമാശ ഇപ്പൊ അറിഞ്ഞായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് വീട്ടിൽ ചെന്ന് പണപ്പിരിവ് നടത്തിയെന്ന്. അല്ല സാർ, അതാ പറയാൻ പറ്റുന്നത് സാർ. ഞാൻ നോക്കുമ്പോ എന്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ ഒരു ബക്കറ്റുമായിട്ട് 2 രാഷ്ട്രീയക്കാർ വന്നു. എന്താണ് രാഷ്ട്രീയക്കാർ വന്നത്? പൈസ വേണോന്ന് പറഞ്ഞിട്ടാ. എന്തിനാണ് പൈസ? അറിയില്ല, മാവേലി കാണാനില്ലെന്ന് പറയണേ. മാവേലി കൊണ്ടുവരാൻ പൈസ പിരിവ് നടത്തുവാ. ഓ സാർ, 2050-ലും അവർ ബക്കറ്റ് പിരിവ് നിർത്തിയിട്ടില്ല. അല്ല, അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പണ്ട് ഇടുക്കിയിൽ കടൽ കൊണ്ടുവരാൻ വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തിയ ആൾക്കാരാണ്. അപ്പൊ ഇടുക്കിയിൽ കടലില്ല? അത് കുട്ടിക്ക് അറിയില്ലേ? ഇടുക്കിയിൽ കടലിൽ പോയിട്ട് കടല പോലെ അവിടെ ഇല്ല. അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ റോബോട്ടുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അതെ സാർ. റോബോട്ടുകൾ ഹോൾസെയിൽ വേറെ എന്തൊക്കെ ചെയ്യും? വേറെ ഞങ്ങളിപ്പോ ഈ പ്രാവശ്യം നമ്മുടെ റോബോട്ടുകൾ 5 റോബോട്ടിക് MLA നമ്മൾക്ക് 5 റോബോട്ടിക് MLA-മാര് നിയമസഭയിലുണ്ട്. 5 റോബോട്ടിക് MLA-മാര് നിയമസഭയിലുണ്ട്. അതെ സാർ, അതെ സാർ. കൺട്രോൾ ഞങ്ങളുടെ കൺട്രോൾ കൺട്രോൾ ചെയ്യുന്നത് 5 MLA-മാര്. ഞാനൊരു കാര്യം പറയട്ടെ, അത് പണ്ടും റോബോട്ടിക് MLA-മാര് നിയമസഭയിൽ ഉണ്ടായിരുന്നു. അത് കൺട്രോൾ ചെയ്താലും അനങ്ങൂല, അങ്ങനെ നിൽക്കുള്ളൂ. അല്ല, അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് അനങ്ങാത്തോണ്ടാണ് ഇപ്പോൾ കേരളം കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. മാത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പൊ കേരളത്തില് ഈ അന്യദേശ തൊഴിലാളികള് ഒരുപാട് കൂടിക്കഴിഞ്ഞു. 90% കേരളം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കയ്യിൽ നിന്ന് 90% നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. മാത്രം നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? മദൻ സിംഗ്. മദൻ സിംഗ് ആണ് മുഖ്യമന്ത്രി. ഈ മദൻ സിംഗ് എന്ന് പറയുന്നത് പണ്ട് പെരുമ്പാവൂരിലെ ഒരു മേസ്ത്രി പഠിക്കുന്ന ആളാണ്. അയാളാണ് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. പക്ഷേ അതേ നമ്മളോട് കാണിക്കുന്ന ഒരു ക്രൂരതയുണ്ട്. പണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓണം എന്ന് കേട്ട് കഴിഞ്ഞാൽ 10 ദിവസം അവധിയാണ്. ഇപ്പോൾ അദ്ദേഹം അത് തരുന്നില്ല. അദ്ദേഹം പറയുന്നത് 10 സെക്കൻഡ് അവധി എന്നാണ്. ഈ 10 സെക്കൻഡ് അവധി എന്താണെന്ന് അറിയാലോ?
എല്ലാവർക്കും ഹാപ്പി ഓണെന്ന് പറയാൻ വേണ്ടി മാത്രം. അല്ല സാർ, മറ്റേ വേറെ അവധി അദ്ദേഹം തരുന്നുണ്ട് 10-20 ദിവസം. എന്തിനാണ്? അല്ല, പൊടിയെല്ലാം കൂടെ വാരി എറിഞ്ഞിട്ട് തന്നെ സർവീസ് ചെയ്തിറക്കേണ്ട ഒരു കളിയുണ്ടല്ലോ, കണ്ണുകൾ കാണാൻ വയ്യ. ആ അത് തന്നെ, അതിനകത്തേക്ക് അവധി തരുന്നുണ്ട്. ഹോളിക്ക് 25 ദിവസമാണ് അവധി കൊടുക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പെരുമ്പാവൂരിന്ന് ജീവിക്കാൻ പറ്റണില്ല, ഇപ്പൊ അറിയാവോ? ഞാൻ ഇതിനിടയ്ക്ക് പെരുമ്പാവൂർ ഒരു വർക്കിനും പർച്ചേസിന് പോകുന്ന സമയത്ത് ഞാൻ എന്റെ അമ്മയുടെ ഫോൺ വന്നു. ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് ഹലോ അമ്മയെന്ന് പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ടോ? മലയാളം സംസാരിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചിട്ട് അടിക്കുക. കേരളത്തിൽ മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അമ്മയെന്ന് വിളിച്ചപ്പോ അതിന് വേറെ അടി, നിലവിളിച്ചാൽ അതിനടി. ഹിന്ദിയിൽ എങ്ങനെയാ നിലവിളിക്കുന്നത് എനിക്ക് അറിയത്തില്ല സാർ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിൽ പലരും മലയാളം പറയാറില്ല, അവരുടെ ഭാഷകളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു രക്തം ചുരുക്കം പറഞ്ഞുകൊള്ളട്ടെ, നമുക്ക് ഈ ഇദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല, മാവേലി വരുമോ ഇല്ല അതിനെ പറ്റി പറയൂ. അതായത് ഞാൻ നോക്കിയിട്ട് മാവേലി വരാൻ സാധ്യതയില്ല. ഇല്ല, എന്താണ് കാരണം? കാരണം ഇവിടെ ഇപ്പൊ മലയാളികളില്ല, മലയാളികളൊക്കെ പുറത്താണ്, പുറത്ത് നാട്ടിലാണ് മലയാളികൾ ഉള്ളത്. അതെ, മലയാളികൾ ഉള്ളിടത്തല്ലേ മാവേലി വരുള്ളൂ, ഇവിടെ തറച്ച് ബംഗാളികളല്ലേ. അത് ശരിയാണ്. ഇപ്പോൾ ദുബായിൽ നിന്നൊരു കോൾ വന്നിരുന്നു, മലയാളികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കണം, അവിടെ അറബിയെ കാണാനില്ല, CBI ശ്രമിച്ചിരിക്കുകയാണ് അറബിയെ കണ്ടുപിടിക്കുന്നതിന്. മാത്രമല്ല UK യുണൈറ്റഡ് കിങ്ഡം എന്നായിരുന്നു പേര്, അത് യുണൈറ്റഡ് കേരളം എന്നാക്കി മാറ്റി. മലയാളികൾ മാത്രമാണ്. അതെ അതെ അതെ. അപ്പൊ എനിക്ക് പറയാനുള്ള ഈ ഓണക്കാലമാണ്, നല്ലൊരു ഓണപ്പാട്ട് കേട്ടാൽ കൊള്ളാന്നുണ്ട്. അതന്നെയുള്ളൂ, ബാക്കി എന്തെങ്കിലും ചർച്ചകളുണ്ടോ? ഇല്ലെങ്കിൽ പണ്ട് നല്ലൊരു ഓണപ്പാട്ട് ഉണ്ടായിരുന്നു, ഇവർക്കൊന്നും അറിയോ? ഓണപ്പാട്ട് കേൾക്കണം, ഓണപ്പാട്ട് കേൾക്കണ്ടേ? പാടും അത്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. നല്ല ഇൻട്രസ്റ്റിംഗ്. ബട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൊവ്വയില് നമ്മുടെ ഓണം സെലിബ്രേഷൻ വെച്ച സമയത്ത് പുതിയൊരു ഇത് ചെയ്തായിരുന്നു, ലിറിക്സ് ഒക്കെ മാറ്റിയിട്ട്. ലിറിക്സ് മാറ്റിയിട്ട് ഇപ്പൊ ന്യൂ ജാൻ ലൈക്ക് അതുപോലെ ചെയ്തായിരുന്നു. ഈ പാട്ട് തന്നെ മാറ്റി. മാറ്റി. മാവേലി സൂമിൽ ലോഗിൻ ചെയ്ത ഹ്യൂമൻസ് എല്ലാരും AI പോലെ, വൈഫൈയിൽ സ്പീഡുള്ള നല്ല കാലം, ഹാക്കേഴ്സ് ഫോളോവേഴ്സ് ഒന്നുപോലെ. മാവേലിയുടെ സ്റ്റോറി, മാവേലി സ്റ്റോറി എനിക്കറിയാം. അതായത് ലൈക്ക് വാമനൻ വന്നു, മാവേലിനെ എർത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തു. നെക്സ്റ്റ് ഇയർ മാവേലി അവിടുന്ന് അപ്ലോഡ് ആയി. അതാണ് ഓണം. എല്ലാ വർഷവും ഓണം മാവേലി വരും. മാവേലി അല്ല അതൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ നമുക്ക് ചർച്ച കണ്ടിന്യൂ ചെയ്യാം. അത് പൊയ്ക്കോളും കേട്ടോ, അത് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മള് മഹാബലിയെ കുറിച്ചാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. മഹാബലി വരുമ്പോ ഇത് വേറെ ആരുമല്ല, എന്റെ പേരക്കുട്ടിയാണ്, ഓന്റെ മോളാണ്. ഒന്ന് വീട്ടോട്ട് വാ. അല്ല, ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല. അയ്യോ അതല്ല, ഓണല്ല വരുന്ന അപ്പൂപ്പ മാത്രം വീട്ടിലില്ല, നമ്മുടെ കുടുംബക്കാർ മൊത്തം ഉണ്ട്. അല്ല, ഈ നമുക്ക് വൈകിട്ട് ചെയ്തിട്ട് പോയാ പോരെ? അയ്യോ അമ്മൂമ്മ സമ്മതിക്കൂലെന്ന്. അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, നമുക്ക് കുറച്ചു നേരം കൂടെ ഈ പരിപാടി നീട്ടിക്കൊണ്ട് പോയാലോ? അപ്പൂപ്പ ഇത് വൈൻഡപ്പ് ചെയ്താൽ അപ്പൂപ്പ വേറെ പ്രോഗ്രാം തുടങ്ങൂലേ? അല്ല, അങ്ങനെയാണ് ഞാൻ ഒരു സത്യം വെളിപ്പെടുത്തട്ടെ. നിങ്ങളുടെ അപ്പൻ മണികണ്ഠൻ നായർ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാനൊരു AI ആണ്, മനസ്സിലായില്ലേ? ഞാനൊരു AI മണികണ്ഠൻ നായരാണെന്ന്. അപ്പൊ പുതിയ എപ്പിസോഡിൽ നമുക്ക് പുതിയ കഥകളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. Nice.